പാലക്കാട് സർപ്രൈസ് നിയമ സംവിധാനങ്ങളല്ലേ സംരക്ഷിക്കുന്നത്. ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് ആരായിരുന്നു നിലവിൽ സിറ്റിംഗ് MLA-മാരൊക്കെ തുടരുക? എന്തായിരിക്കും ഇപ്പം ഞാൻ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഒരു ഉത്തരം എനിക്ക് പറയാൻ പറ്റില്ല എന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന അങ്ങേക്കല്ലേ. ആരാണെങ്കിലും അതിപ്പോൾ സിറ്റിംഗ് MLA ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ പാർട്ടി തീരുമാനം അത്തരം കാര്യങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. എനിക്കിപ്പോൾ പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് എനിക്കിപ്പോൾ ഏതെങ്കിലും സീറ്റിൽ ഇനിയിപ്പം പിന്നെ പറവൂർ സീറ്റിലെ സ്ഥാനാർത്ഥി എനിക്ക് പ്രഖ്യാപിക്കാൻ പറ്റും. അപ്പോൾ അതൊരിക്കലും ഇങ്ങനെ ഒരു മാധ്യമ ചോദ്യത്തിൻ്റെ മുമ്പിൽ ആരായിരിക്കും പാലക്കാട്ടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ആരായിരിക്കും കോഴിക്കോട്ടെ സ്ഥാനാർത്ഥി മറ്റേ പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥി നാദാപുര ഇതൊന്നും ഇപ്പോൾ ഓഫ് ഹാൻഡ് എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. പാർട്ടി അതിൻ്റെ ഡിസ്കഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇത്തവണ അതും പാർട്ടി പ്രസിഡന്റിന് പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഡൽഹിയിലെ മീറ്റിങ്ങിലും പറഞ്ഞൊരു കാര്യം ഒരുപാട് ഡിലേ ആക്കണ്ട, ഒരുപാട് വൈകിപ്പിക്കേണ്ടതില്ല എന്ന് വെച്ചാൽ ധൃതി കൂട്ടി നാളെ തന്നെ എൻ്റെ ചില മാധ്യമങ്ങൾ കണ്ടു ജാഥ നടക്കുന്നതിനോടൊപ്പം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് വരും. അങ്ങനെയില്ല. ചില മാധ്യമങ്ങൾ വയനാട് ക്യാമ്പ് നടക്കുമ്പോൾ പറഞ്ഞ് 70 സ്ഥാനാർത്ഥികളെ ഇപ്പോൾ പ്രഖ്യാപിക്കും എന്ന്. നിങ്ങളല്ല കേട്ടോ, 70 സ്ഥാനാർത്ഥികളെ ഇപ്പോൾ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ കൊടുത്തു. പക്ഷെ അങ്ങനെയൊന്നും ഒരു പാർട്ടിക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. അതിൻ്റെ നടപടിക്രമങ്ങളുണ്ട്. ഇപ്പോൾ സ്ക്രീനിങ് കമ്മിറ്റി വന്നു, മധുസൂദന മിസ്ത്രിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി വന്നു. അവരുടെ ഫസ്റ്റ് റൗണ്ട് ഡിസ്കഷൻ KPC ലീഡർഷിപ്പായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇന്ന് സീനിയർ ലീഡർഷിപ്പായിട്ട് ഇലക്ഷൻ കമ്മിറ്റിയായിട്ട് അവരുടെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവായി ടൈം ബൗണ്ടായി നല്ല സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും ഇത്തവണ കോൺഗ്രസിൻ്റെ പുറത്തു വരാൻ പോവുക എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പാലക്കാട് BJP-യുടെ ഒരു എ-ക്ലാസ് മണ്ഡലമാണ്. അപ്പോൾ മുൻ MLA എന്ന നിലക്ക് താങ്കളെ ജനങ്ങൾ ആവശ്യപ്പെട്ടാൽ താങ്കൾ എൻ്റെ പൊന്നോ BJP എ-ക്ലാസ് മണ്ഡലം എന്നുള്ള നിലക്ക് അവരുടെ അവകാശവാദത്തിന് അപ്പുറത്തേക്ക് പാലക്കാട് അസംബ്ലി അവർ ജയിക്കാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞ